you all to Econometrica. അപ്പോൾ നമ്മുടെ ഈ ചാനല് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പല ആൾക്കാർക്കും വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ എക്കണോമെട്രിക്സിന്റെ ബേസിക് ആയിട്ടുള്ള ഫാക്ടുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയി തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എക്കണോമെട്രിക്സിന്റെ ഏറ്റവും ബേസ് മുതൽ ഏറ്റവും പീക്ക് വരെയുള്ള ടോപ്പിക്കുകളാണ് ഈ ഒരു ചാനലിൽ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. So once again, welcome you all to Econometrica. So what is econometrics? നമുക്ക് എല്ലാവർക്കും അറിയാം എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് ജനറലി സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, ഇക്കണോമിക്സ്, മാത്സ് ഇതിന്റെ എല്ലാം ഒരു ആപ്ലിക്കേഷന്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഫ്രണ്ട്സ്, എന്തെല്ലാം കൂടിയതാണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്? അവിടെ നമുക്ക് എക്കണോമിക്സ് ഉണ്ട്, അതിനോടൊപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതിനോടൊപ്പം എന്തുണ്ട്? മാത്സ് ഉണ്ട് അല്ലെ? നമ്മൾ എക്കണോമിക്സിൽ പലതരത്തിലുള്ള തിയറീസ് പഠിക്കാറുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരു ഇൻവേഴ്സ് ആയിട്ടുള്ള ബന്ധമാണ് അവിടെ ഒക്കർ ചെയ്യുന്നത് അല്ലെ? അങ്ങനെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നു? പലപ്പോഴും നമുക്ക് അത് അറിയാനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലെ? വെറുതെ ഒരു തിയറി പറയുന്നതിന് പകരം അവിടെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെന്റേഷൻ, മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റുകൾ ഇതൊക്കെ ബ്ലെൻഡഡ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? കുറച്ചുകൂടെ വൈഡ് സ്പാനിലേക്ക് എത്താനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലെ? അപ്പം നമ്മൾ ഒരു തിയറിയിൽ സ്റ്റാറ്റിസ്റ്റിക്സും മാത്സും അപ്ലൈ ചെയ്തുകൊണ്ട് വളരെ ബ്ലെൻഡഡ് ആയ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നതിനെയാണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. എക്കണോമെട്രിക്സ് ജനറലി എക്കണോമിസ്റ്റുകൾക്ക് ഒരു പെർട്ടിക്കുലർ സംഭവവുമായി റിലേറ്റ് ചെയ്യുന്ന കോസ്, ഇഫക്റ്റ് ഇതെല്ലാം മാത്സും സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെന്റേഷൻസും ഉപയോഗിച്ച് അറിയാനായി സഹായിക്കുന്നു. എക്കണോമെട്രിക്സ് പലതരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകൾ ഉപയോഗിച്ചിട്ടാണ് ടാബുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം പലതരത്തിലുള്ള എക്കണോമെട്രിക്കൽ ടൂളുകൾ ഉണ്ട്, എക്കണോമെട്രിക് അനാലിസിസ് ഫ്രെയിംവർക്കുകൾ ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന വേരിയബിൾസ് തമ്മിലുള്ള ബന്ധമാണ് അവിടെ അസോസിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് റിഗ്രഷൻ അനാലിസിസ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വളരെ നോട്ടഡ് ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ് അല്ലെ? റിഗ്രഷൻ അനാലിസിസ്, കോറിലേഷൻ ഇങ്ങനെ മുതലായിട്ടുള്ള പല മെത്തേഡുകളും അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താ ജനറലി ചെയ്യുന്നത്? ഇവിടെ നമ്മുടെ ഈ ഒരു സ്റ്റഡി, ലെറ്റ് ഇറ്റ് ബി എ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്, ആ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിനെ പോലും വളരെ കൃത്യമായി ബ്ലെൻഡ് ചെയ്യാനായി നമ്മളെ അത് സഹായിക്കുന്നു. വൺസ് ആ മോഡൽ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പുകളെ ടാബുലേറ്റ് ചെയ്യുക. ജനറലി നമ്മൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഫോർകാസ്റ്റിംഗ് ഫീച്ചറിലേക്ക് പോകുന്നത്? മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല അല്ലെ? നമുക്ക് വളരെ റാപ്പിഡ് ആയിട്ട് എക്കണോമിക് തിയറീസ് എങ്ങനെയാണ്, എക്കണോമിക് പോസ്റ്റുലേഷൻസ് എങ്ങനെയാ ഫങ്ഷൻ ചെയ്യുന്നത് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്സ് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് എക്കണോമെട്രീഷ്യൻസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വേക്കന്റ് ആയി കിടക്കുന്നുണ്ട്. എന്തിനാണ്? നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്, എക്കണോമിക് ടെൻഡൻസീസ് എന്തൊക്കെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിനായി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള എക്കണോമെട്രിക്കൽ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള തിയറീസ് ടെസ്റ്റ് ചെയ്യാനും ഫ്യൂച്ചർ ട്രെൻഡ് പ്രെഡിക്റ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള എക്കണോമെട്രിക് മോഡലുകൾ നമ്മളെ സഹായിക്കാറുണ്ട്. ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്, പ്രെഡിക്റ്റിംഗ് ഡിപ്പെൻഡന്റ് വേരിയബിൾ വാല്യൂ ബേസ്ഡ് ഓൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇതിനെല്ലാം നമ്മളെ എക്കണോമെട്രിക്സ് സഹായിക്കുന്നു. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സ്റ്റഡിയിലേക്ക് പോണ സമയത്ത് നമുക്കവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസും ഉണ്ടായിരിക്കും, ഡിപ്പെൻഡന്റ് വേരിയബിളും ഉണ്ടാവും അല്ലെ? അതായത് ഇപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളും ഇത് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളോ? ഇതിന്റെ ഇന്റൻസിറ്റി ഓഫ് റിലേഷൻ നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഇന്റൻസിറ്റി ഓഫ് റിലേഷൻഷിപ്പ് നമുക്ക് ടാബുലേറ്റ് ചെയ്യണമെങ്കിൽ
അറിയണമെങ്കിൽ അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള എക്കണോമെട്രിക് മോഡലുകൾ എന്ന് പറയുന്നത്. സിമ്പിൾ മോഡൽസ് ആകുമ്പോ എന്താ, ഒരു എക്സ്പ്ലനേറ്ററി വേരിയബിളെ കാണും. മൾട്ടിപ്പിൾ മോഡൽ ആകുമ്പോൾ ഒന്നിൽ കൂടുതൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് കാണും. എന്താണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ? അതായത് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ മറുപേരാണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിഗ്രസർ എന്നും നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ മറ്റൊരു പേരാണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ, അതിന്റെ മറ്റൊരു പേരാണ് റിഗ്രസർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫ്രണ്ട്സ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം? നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള അസോസിയേഷൻ എങ്ങനെയാണ്, അതിന്റെ ബ്ലെൻഡഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണ്, മുതലായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്നത്. എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ശരിക്കും ഇൻവെന്റ് ചെയ്തത് ആരാണ്? റാഗ്നർ ഫ്രിഷും ജാൻ ടിംപെർഗനുമാണ്. 20ാമത്തെ സെഞ്ചുറിയിലാണ് ഇവർ എന്ത് ചെയ്തത്? എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ശരിക്കും ഈ ഒരു ടേം കോയിൻ ചെയ്തത് പാവറ്റ് കിയോമയാണ്. 1910 കൊണ്ടുവന്നത്. ആരാണ്? പാവറ്റ് കിയോമയാണ്. പക്ഷെ ഇത് ഡെവലപ്പ് ചെയ്തത് എപ്പോഴാണ്? 1920s ആൻഡ് 1930s ആക്ച്വലി ഈ ഒരു, അതായത് പാവറ്റ് കിയോമയുടെ ഈ ഒരു ഡെവലപ്മെന്റ് കൺസേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വർക്കിംഗ് ഓഫ് എക്കണോമെട്രിക്സ്. എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി പറഞ്ഞു, അതായത് അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ആണ് അല്ലെ. പലതരത്തിലുള്ള എക്കണോമിക് റിലേഷൻഷിപ്പ്, എക്കണോമിക് തിയറി കമ്പൈൻ ചെയ്ത് മാത്സിനോടും സ്റ്റാറ്റിസ്റ്റിക്സിനോടും അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമാണ് ജനറലി എവിടെ നടക്കുന്നത്? എക്കണോമെട്രിക്സിൽ നടക്കുന്നത്. നമുക്ക് ധാരാളമായി എക്കണോമിക് വേരിയബിളുകൾ ഉണ്ട് അല്ലെ. ആ വേരിയബിൾസ് എല്ലാം എങ്ങനെയാണ് നമ്മൾ ഫോർമേറ്റ് ചെയ്യുന്നത്, ആ വേരിയബിൾസിന്റെ ഫങ്ഷണൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് വരുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട് കോമ്പിനേഷൻ എങ്ങനെയാ വരുന്നത്, മുതലായ കാര്യങ്ങളെ കുറിച്ച് വളരെ ബ്ലെൻഡഡ് ആയി വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പൊ ബേസിക് ആയിട്ട് എന്തിനാണ് എക്കണോമെട്രിക്സ് നമ്മൾ പഠിക്കുന്നത്? എക്കണോമെട്രിക്സ് പഠിക്കുന്നത് പല രീതിയിലുള്ള കാര്യങ്ങൾക്കുണ്ട് അല്ലെ. മോഡലിങ്ങിന് വേണ്ടി, എസ്റ്റിമേഷന് വേണ്ടി, ഇൻഫറൻസിന് വേണ്ടി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എക്കണോമെട്രിക്സ് ലൈറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ കോർ ഫോക്കസ് എന്താ? ഡിറ്റർമിനിങ് കോസാലിറ്റി ബിറ്റ്വീൻ എക്കണോമിക് വേരിയബിൾസ്. എക്കണോമിക് വേരിയബിൾസിന്റെ കോസ് ആൻഡ് ഇഫക്റ്റ്. സേ ഫോർ എക്സാമ്പിൾ, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കുറയുന്നു, അതിനുള്ള കാരണം എന്താ? പ്രൈസ് കൂടുന്നതാ. അപ്പൊ കോസ് എന്താ? പ്രൈസ് കൂടുന്നു എന്നുള്ളതാ. ഇഫക്റ്റ് എന്താണ്? ഡിമാൻഡ് കുറയുന്നു. സോ ഇത്തരത്തിൽ ഇത് നമ്മൾ തിയറിറ്റിക്കലി പറയല്ല ചെയ്യുന്നത്, മറിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻസ് ഉപയോഗിച്ച് റിലേഷൻഷിപ്പ് ഫോർമുലേറ്റ് ചെയ്യാണ്. ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെന്റേഷൻ ഉപയോഗിച്ച് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നതിനെയാണ് ശരിക്കും എക്കണോമെട്രിക്കൽ മോഡലുകൾ എന്ന് പറയുന്നത്. ശരിക്കും ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? കോറിലേഷൻ, അതായത് ഒരു ബന്ധം, ഡിമാൻഡും പ്രൈസും തമ്മിൽ ഇൻവേഴ്സ് ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്, മറിച്ച് ആ ബന്ധം എത്രത്തോളം അളവിലാണ് വരുന്നത്, എത്ര ഇന്റൻസിഫൈഡ് ആയിട്ടാണ് ആ ബന്ധം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ അവിടെ അനലൈസ് ചെയ്യുന്നത്. നമുക്ക് പലതരത്തിൽ എക്കണോമിക് വേരിയബിളുകൾ എങ്ങനെയാണ്, പലതരത്തിലുള്ള പോളിസി ഫോർമുലേഷൻസ് വരുമ്പോ ആ പോളിസീസ് ഗവൺമെന്റിന് എങ്ങനെ മോഡുലേറ്റ് ചെയ്യാനായി സാധിക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ തന്നെ നമ്മൾ എന്ത് സഹായിക്കും? എക്കണോമെട്രിക് അനാലിസിസ് സഹായിക്കും. ശരിക്കും ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ച് നമ്മളുടെ എക്കണോമെട്രിക് അനാലിസിസിനെ വളരെ പെർഫെക്റ്റ് ആയി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത് ട്രൈ ചെയ്യുന്നത്. എക്കണോമെട്രിക്സ് എന്ന് പറയുമ്പോൾ പല തരത്തിലുണ്ട്. അതിലൊന്നാണ് അപ്ലൈഡ് എക്കണോമെട്രിക്സ്. അതായത് റിയൽ വേൾഡ് എക്കണോമിക് ഇഷ്യൂസ് അനലൈസ് ചെയ്യുക, ആ എക്കണോമിക് ഇഷ്യൂസ് എങ്ങനെയാണ് വരുന്നത്, എന്തുകൊണ്ടാണ് വന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക. അവിടെ പലതരത്തിലുള്ള ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. റിഗ്രഷൻ, അനാലിസിസ്, ഫോർകാസ്റ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്. അതായത് ഈ എക്കണോമെട്രിക് മെത്തേഡ്സ്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ എക്കണോമിയിൽ എന്ത് സംഭവിക്കുന്നു? റിസഷൻ സംഭവിക്കുന്നു. റിസഷനുള്ള കാരണം എന്താ?
എന്തുകൊണ്ടാ അത് ടേക്ക് പ്ലേസ് ചെയ്ത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പഠിക്കുന്നു. ആ കാരണത്തിനെ വി ആർ ഗോയിങ് ഫോർ നമ്മളൊരു റിഗ്രഷൻ ബേസിസിലേക്ക് പോകുന്നു, അനാലിസിസ് ചെയ്യുന്നു. എന്തിനാ നമ്മൾ അത് പഠിച്ചത്? ആ പഠിച്ച കാര്യം നമ്മൾ അപ്ലൈ ചെയ്യാ. എന്തിന്? ഫോർകാസ്റ്റിങ്ങിന് വേണ്ടി. ഫ്യൂച്ചറിൽ ഇതേപോലൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി വാട്ട് സ്ട്രാറ്റജീസ് ക്യാൻ വി അഡോപ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പല മേഖലയിലും അപ്ലൈഡ് എക്കണോമിക്സ് വളരെ സ്യൂട്ടബിൾ ആ. പോളിസി മേക്കിംഗ്, ബിസിനസ് സ്ട്രാറ്റജി, ഫിനാൻഷ്യൽ അനാലിസിസ്, എല്ലാ മേഖലയിലും വെറും തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല അല്ലെ. നമുക്കൊരു സയന്റിഫിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള എക്കണോമിക് ഏരിയയിലും അത് ടാബുലേറ്റ് ചെയ്യാനും റിസോൾവ് ചെയ്യാനുമുള്ള മെത്തേഡ്സ് ആണ് അപ്ലൈഡ്. നമ്മൾ പഠിക്കുകയല്ല, അതിനെ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. തിയോറിറ്റിക്കൽ ആണെങ്കിൽ എന്താ? കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, മോഡൽസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ വലിയ രീതിയിലുള്ള ഒരു അപ്ലിക്കേഷൻ, വലിയ രീതിയിലുള്ള ഫ്രെയിംവർക്ക് ഒന്നുമല്ല. മറിച്ച് ഏത് മോഡൽ ആയിക്കൊള്ളട്ടെ, ഏത് കാര്യം ആയിക്കൊള്ളട്ടെ, അതിന്റെ തിയററ്റിക്കൽ കോൺസെപ്റ്റ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ബ്ലെൻഡ് ചെയ്ത് പഠിക്കുന്നത്. എന്നിട്ട് എന്താ പഠിക്കണേ? ഓരോ മെത്തേഡ്സിനെയും പ്രശ്നങ്ങളെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യുകയും ആ പ്രശ്നത്തിനെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക ചെയ്യുന്നത്. അല്ലാതെ അതിനൊരു അപ്ലിക്കേഷൻ സൈഡ് അവിടെ വരുന്നില്ല. പക്ഷേ അപ്ലിക്കേഷനിലേക്ക് പോണെങ്കിൽ നമുക്കൊരു കാര്യത്തെ കുറിച്ച് പെർഫെക്റ്റ് ആയി അപ്ലൈ ചെയ്യണമെങ്കിൽ അത് എന്താന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയി അറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് എന്ത്? ഇത്തരത്തിലുള്ള തിയറി എന്ന് പറയുന്നത്. പുതിയ എസ്റ്റിമേറ്റേഴ്സിനെ, എന്താ എസ്റ്റിമേറ്റേഴ്സ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. എസ്റ്റിമേറ്റേഴ്സിനെ ഫോർമുലേറ്റ് ചെയ്യുക, അസംഷൻസ് ടെസ്റ്റ് ചെയ്യുക, പ്രോപ്പർ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുക, പ്രോപ്പർ ടെക്നിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതിനെല്ലാം തന്നെ നമ്മളെ എന്ത് സഹായിക്കുന്നുണ്ട്? ഇത്തരത്തിലുള്ള ഒരു എക്കണോമെട്രിക് അനാലിസിസ് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പഠിച്ചേ? എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഒരു തിയറി പഠിക്കുന്നതിന് പകരം ആ ഒരു പെർട്ടിക്കുലർ ഏരിയയില് എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും മാത്സും അപ്ലൈ ചെയ്യുന്നതിനെയാണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. ജനറലി നമുക്കറിയാം ഇത് കൊണ്ടുവന്നത് റാഗ്നർ ഫ്രിഷും ജാൻ ടിംബർഗനുമാണ് 20th സെഞ്ചുറിയില്. ഈ ടേം ആദ്യമായി കോയിൻ ചെയ്തത് പാവറ്റ് കിയോമയാണ് 1910 ഡെവലപ്പ് ചെയ്തത് 20s and 30s എന്തിനാണത്? ഒന്ന്, നമുക്ക് കോസാലിറ്റി അറിയണം അല്ലെ, കോസ് ആൻഡ് ഇഫക്റ്റിനെ കുറിച്ച് അറിയണം. രണ്ട് തരത്തിലാണ്, അപ്ലൈഡും തിയററ്റിക്കലും. നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും, അതിനെയാണ് അപ്ലൈഡ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. വെറും തിയറി മാത്രം പഠിച്ച് നമ്മൾ സയന്റിഫിക് ആയി ഫോർമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫ്രണ്ട്സ് എന്തായി വിളിക്കുന്നത്? തിയററ്റിക്കൽ എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്കൊരു ചോദ്യം നോക്കാം. What is econometrics primarily concerned with? Analyzing economic policy, forecasting future economic trends, estimating and testing economic relationship using data, designing experiments to study economic phenomena. Estimating and testing economic relationshipകളാണ് അല്ലെ. നമുക്ക് പല വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അവരുടെ ഫോർമുലേഷൻ എങ്ങനെയാണ് എന്നറിയണം. അതിനായി തന്നെയാണ് നമ്മളെ ഇത് സഹായിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എക്കണോമെട്രിക്സിന്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. എല്ലാവർക്കും വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.